കേന്ദ്ര റെയിൽ ബജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ കേരളത്തിന് വേണ്ടി എന്തൊക്കെയുണ്ടാകുമെന്ന സാധാരണക്കാർ ഉറ്റുനോക്കുന്നത്. ദുരിതയാത്രയ്ക്ക് പരിഹാരമായി കോച്ചുകളുടെ വർധനവും കൂടുതൽ പുതിയ ട്രെയിനുകളുടെ പ്രഖ്യാപനവും ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണ ഏറെ ഉണ്ടാവുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. റെയിൽ ബജറ്റിൽ കേരളത്തിന്റെ ആവശ്യം എന്തെന്ന ചോദ്യത്തിന് സാധാരണക്കാർ നൽകുന്ന ആദ്യ മറുപടി ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താൻ വേണ്ടിയുള്ള നടപടി വേണമെന്നാണ്. പലപ്പോഴെ വെട്ടിക്കുറച്ച സർവീസുകളും കോച്ചുകളും പുനഃസ്ഥാപിക്കുകയും കൂടുതൽ സർവീസുകൾ അനുവദിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ റെയിൽവേക്ക് കേരളത്തിന് വേണ്ടുന്നൊരു പരിഗണന പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ കേരളത്തിൽ ഈ ഗവൺമെൻറ്റിനോടുള്ള കാണിക്കുന്നത് ആണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനോട്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോടാണ് പ്രതിഷേധം. ആ പ്രതിഷേധം പൊതുവിൽ മറ്റെല്ലാ മേഖലയിലെ പോലെ റെയിൽവേയിലും വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുവിൽ പറയാനുള്ളത്. പാത ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള ഇടനമ്പിമാരും സംസ്ഥാന സർക്കാരും റെയിൽവേയോട് നിരന്തരം ആവശ്യപ്പെടുന്നവയോടെല്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിനുള്ളത്. സെമി ഹൈസ്പീഡ് സിൽവർ ലൈൻ, ശബരിപാത ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇനിയും വെളിച്ചം കണ്ടിട്ടില്ല. വർഷങ്ങളായി പല ബജറ്റുകളിലും പരാമർശമുണ്ടാവുന്ന കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇത്തവണയും റെയിൽ ബജറ്റ് സംബന്ധിച്ച ചർച്ചകളിൽ പതിവ് പോലെ ഇടം പിടിച്ചിട്ടുണ്ട്. കടുത്ത അവഗണന നേരിടുന്ന ഒരുപാട് കാലത്തെ പ്രോജക്റ്റായിട്ടുള്ള കൊല്ലങ്കോട്, തൃശ്ശൂർ, നഞ്ചങ്കോട്, മൈസൂർ റെയിൽപാത തുടങ്ങണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. പാസഞ്ചർ മെമു എക്സ്പ്രസ് ട്രെയിനുകൾക്ക് പകരം ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുന്ന വന്ദേ ഭാരത് അനുവദിക്കുമ്പോഴും സാധാരണക്കാരുടെ ആവശ്യങ്ങൾ റെയിൽവേ കണ്ടില്ലെന്നടിക്കുകയാണെന്നും ഇതിന് അറുതി വേണമെന്നുമാണ് യാത്രക്കാർ പറയുന്നത്. പിന്നെ ഈ യാത്രയിൽ തന്നെ എത്രമാത്രം ദുരിതം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇന്നലെ ടിക്കറ്റ് നോക്കി, ഇന്നലെ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെയും കിട്ടുന്നില്ല. അവസാനം ഇൻ്റർസിറ്റിക്ക് സാധാരണ ടിക്കറ്റ് എടുത്ത് ഇത്രയും ദൂരം വരേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലും കേരളത്തെ ദുരിതത്തിലാക്കുക എന്ന കേന്ദ്ര സർക്കാർ സമീപനത്തിന്റെ നേർചിത്രമാവുമോ ഇത്തവണത്തെ റെയിൽവേ ബജറ്റ് എന്ന് ആശങ്കപ്പെടുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് കൂടുതൽ ദീർഘദൂര ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകൾ, പുതിയ പാസഞ്ചർ മെമു സർവീസുകൾ, അങ്ങനെ റെയിൽ ബജറ്റിൽ കേരളത്തിന്റെ പ്രതീക്ഷകൾ വാനോളമാണ്. കേന്ദ്ര അവഗണനയ്ക്കിടയിലും കേരളത്തിന് വേണ്ടി റെയിൽ ബജറ്റിൽ എന്താണ് കരുതി വെച്ചിട്ടുള്ളതെന്ന് കാത്തിരുന്നു കാണാം. ഇർഫാൻ ഇബ്രാഹിം സേഠ്, കൈരളി ന്യൂസ്, പാലക്കാട്.